ഓം ശാന്തി 1/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ രാജഋഷികളാണ്. നിങ്ങൾ രാജ്യാധികാരം പ്രാപ്തമാക്കുന്നതിന് പുരുഷാർത്ഥം ചെയ്യണം. ഒപ്പത്തിനൊപ്പം ദേവീ ഗുണവും തീർച്ചയായും ധാരണ ചെയ്യണം. രാജഋഷി എന്നാൽ രാജാവുമാണ്, ഋഷിയുമാണ്. രാജാവിൻ്റെ പ്രത്യേകത എന്നാൽ അധികാരിയാണ്, ഉടമസ്ഥനാണ്. ഋഷി എന്നാൽ ത്യാഗിയാണ്, ഒന്നും സ്വന്തമായിട്ടില്ലാത്തവനാണ്. നമ്മൾ ആത്മാക്കൾ ഇവ രണ്ടും കലർന്നതാണ്. അതായത് രാജഋഷി എല്ലാം ഉണ്ടായിട്ടും അതെല്ലാത്തിൽ നിന്നും ഉപരിയായി ഒന്നുമില്ലാത്തവരാണ്. എന്തിനാണ് വിപരീത സവിശേഷതകളെ കൂട്ടിയോജിപ്പിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ നമ്മളിവിടെ രാജ്യാധികാരം പ്രാപ്തമാക്കുന്നതിനുള്ള ലക്ഷ്യമാണ് വച്ചിരിക്കുന്നത്. അവിടെ എത്താനുള്ള പുരുഷാർത്ഥം നാം ചെയ്യുക തന്നെ വേണം. അതിനാലാണ് ഇങ്ങനൊരു ലക്ഷ്യം നമ്മൾക്കുള്ളത്. ബാബ പറയുകയാണ്, രാജ്യാധികാരം പ്രാപ്തമാക്കുന്നതിന് തീർച്ചയായും നാം പരിശ്രമിക്കണം. അതായത് രാജാവുമാണ്, എന്നാൽ ഋഷിയുമാണ്. ഈ രണ്ട് വിരുദ്ധ സ്വഭാവവും സമാനമായി ഒപ്പം കൊണ്ടുപോകുന്നതിനുള്ള ബാലൻസ് നാം തീർച്ചയായും പഠിച്ചിരിക്കണം. ഇത് പഠിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനുമുള്ള പുരുഷാർത്ഥം നാം തീർച്ചയായും ചെയ്യണം. എന്നാൽ ഇതിനോടൊപ്പം ദൈവീ ഗുണങ്ങളും ധാരണ ചെയ്യണം. ദൈവീ ഗുണങ്ങളുള്ളവരെയാണ് ദേവീ ദേവതകൾ എന്ന് പറയുന്നത്. ചോദ്യം: ഉത്തമ പുരുഷനാകുന്നതിനുള്ള പുരുഷാർത്ഥം എന്താണ്? ഏത് കാര്യത്തിൽ വളരെ അറ്റൻഷൻ ആവശ്യമാണ്? ഉത്തരം: ഉത്തമ പുരുഷനാകണമെങ്കിൽ പഠിത്തത്തിൽ നിന്ന് ഒരിക്കലും പിണങ്ങരുത്. പഠിത്തത്തിന് ഏറ്റുമുട്ടലും വഴക്കുമൊക്കെയായി ഒരു ബന്ധവുമില്ല. നന്നായി പഠിക്കുമെങ്കിൽ നവാഭാഗം, ഇല്ലെങ്കിൽ ഉത്തരം വരില്ല. ഇതിനായി സദാ തൻ്റെ ഉന്നതിയുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ചലനത്തിലും വളരെ അറ്റൻഷൻ വേണം. ദേവതകളെ പോലെ ആകണം. അപ്പോൾ ചലനം വളരെ റോയൽ ആയിരിക്കണം. വളരെ വളരെ മാധുര്യമുള്ളവരാകണം. വായിൽ നിന്ന് വരുന്ന സംസാരം എല്ലാവർക്കും മധുരമായി തോന്നണം. ആർക്കും ദുഃഖമുണ്ടാകരുത്. ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. നമുക്ക് ബാബ തന്നിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠവും സാധ്യവുമായ ലക്ഷ്യമാണ് ഉത്തമ പുരുഷർ ആകുക, ദേവീ ദേവത ആകുക എന്നത്. ഈ ലക്ഷ്യത്തിലെത്തുന്നതിന് ബാബ തന്നിട്ടുള്ള ഒരു മാർഗമാണ് പഠിത്തം എന്നത്. ഈ പഠിത്തത്തിനോട് എന്ത് കാരണവശാലും ഒരിക്കലും പിണങ്ങിപ്പോകരുത്. എത്ര തന്നെ ഏറ്റുമുട്ടലോ സംഘർഷമോ അല്ലെങ്കിൽ വാഗ്വാദമോ വന്നാലും അത് വ്യക്തികൾ തമ്മിലുള്ളതാണ്. ഒരിക്കലും അത് നമ്മളുടെ പഠിത്തത്തെ ബാധിക്കരുത്. പഠിത്തം എന്നത് കർമ്മക്കണക്കുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ നന്നായി പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കുന്നത്. നന്നായി പഠിച്ചില്ലെങ്കിൽ നമ്മൾക്കൊന്നും തന്നെ ലഭിക്കില്ല. അതിനാൽ സദാ നമ്മുടെ ഉന്നതിയെക്കുറിച്ച്, ഉയർച്ചയെക്കുറിച്ച് തീർച്ചയായും ശ്രദ്ധ വേണം. ഈ ഒരു ലക്ഷ്യം നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മളുടെ ചലനത്തിലും നമ്മൾക്ക് നല്ല ശ്രദ്ധ വരും. ദേവതയാകാൻ പോവുകയാണ്, അതിനാൽ അതിൻ്റെ ചെറിയൊരു പ്രഭാവമെങ്കിലും ഇപ്പോൾ വേണം എന്ന് നമ്മൾക്ക് മനസ്സിലായാൽ നമ്മളുടെ ചലനം പതുക്കെ പതുക്കെയെങ്കിലും റോയലായിക്കൊണ്ടിരിക്കും. നമ്മളുടെ സംസാരം വളരെ മധുരമായിരിക്കണം. നമ്മളുടെ വാക്കുകളിലൂടെ ആർക്കും ഒരു തരത്തിലും ദുഃഖമുണ്ടാകരുത്. ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത് എന്നത് ബാബയുടെ നിയമമാണ്. അതിനാൽ നമ്മളുടെ ഓരോ ചലനവും ദേവതകളെ പോലെ ആയിരിക്കണം. വളരെ മാധുര്യം നിറഞ്ഞതായിരിക്കണം. ഒപ്പം പഠിത്തത്തിൽ നല്ല ശ്രദ്ധയും വേണം. പഠിത്തത്തിനു മീതെ മറ്റൊന്നിനും മുഖ്യത്വം കൊടുക്കരുത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തൻ്റെ ക്യാരക്ടർ ദൈവികമാക്കണം.
ദൈവിക ഗുണം ധാരണ ചെയ്ത് തൻ്റെയും സർവരുടെയും മംഗളം ചെയ്യണം. എല്ലാവർക്കും സുഖം നൽകണം. 2. സത്തോപ്രധാനമാകുന്നതിന് ബുദ്ധി ഒരു ബാബയിൽ യോജിപ്പിക്കണം. ബുദ്ധിയെ അലയിക്കരുത്. ബാബയ്ക്ക് സമാനം ടീച്ചറായി എല്ലാവർക്കും ശരിയായ വഴി പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തൻ്റെ വ്യക്തിത്വത്തെ ദൈവികമാക്കി മാറ്റണം. ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മൾക്ക് തന്നെയും മംഗളം ചെയ്യുകയാണ്, മറ്റുള്ളവർക്കും മംഗളം ചെയ്യുകയാണ്. ഏതുപോലെ നമ്മൾ ഇത്തർ നമ്മളിൽ അണിയുകയാണെങ്കിൽ നമ്മൾക്കും സുഗന്ധം ലഭിക്കുന്നു, മറ്റുള്ളവർക്കും ലഭിക്കുന്നു. ഇതുപോലെ ദൈവീ ഗുണം ധാരണ ചെയ്യുന്നതിലൂടെ നമുക്കും മറ്റുള്ളവർക്കും മംഗളകാരിയാണ്, ഒപ്പം എല്ലാവർക്കും സുഖം നൽകാൻ സാധിക്കുന്നു. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ബുദ്ധിയെ സത്തോപ്രധാനമാക്കുന്നതിന് ഒരു ബാബയുമായി കണക്ട് ചെയ്യണം. ബുദ്ധിയെ മറ്റ് കാര്യങ്ങളിൽ അലയിക്കരുത്. നമ്മൾ ബാബയ്ക്ക് സമാനം ടീച്ചറാണ്. അതിനാൽ മറ്റുള്ളവർക്കും ശരിയായ വഴി പറഞ്ഞു കൊടുക്കണം. വരദാനം: നടക്കുമ്പോഴും തിരിയുമ്പോഴും സ്വയം തന്നിലൂടെ അഷ്ടശക്തികളുടെ കിരണങ്ങളുടെ അനുഭവം ചെയ്യിപ്പിക്കുന്ന ഫരിഷ്താ രൂപരായി ഭവിക്കട്ടെ. ആരാണോ വളരെ മൂല്യവാനായ, വിലപിടിപ്പുള്ള, കറയില്ലാത്ത വജ്രമായിട്ടുള്ളത്, അവരെ പ്രകാശത്തിന് മുന്നിൽ വയ്ക്കുകയാണെങ്കിൽ വിഭിന്ന വർണ്ണങ്ങൾ കാണപ്പെടുന്നു. ഇതുപോലെ എപ്പോൾ നിങ്ങൾ ഫരിഷ്താ രൂപത്തിലാകുമോ അപ്പോൾ നിങ്ങളിലൂടെ നടക്കുമ്പോഴും തിരിയുമ്പോഴും അഷ്ടശക്തികളുടെ കിരണങ്ങൾ അനുഭവപ്പെടും. ചിലർക്ക് നിങ്ങളിൽ നിന്ന് സഹനശക്തിയുടെ ഫീലിംഗ് വരും, ചിലർക്ക് നിർണയിക്കാനുള്ള ശക്തിയുടെ ഫീലിംഗ് വരും, ചിലർക്ക് ഈ ശക്തി, ചിലർക്ക് മറ്റൊരു ശക്തികളുടെ ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോൾ നാം ഫരിഷ്താ സ്വരൂപരാകുന്നുവോ അപ്പോൾ നമ്മളിൽ നിന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും അഷ്ടശക്തികളുടെ കിരണങ്ങൾ അവരിലേക്ക് എത്തുന്നതായി അനുഭവപ്പെടും. ചിലർക്ക് സഹനശക്തിയുടെ, ചിലർക്ക് നിർണയിക്കാനുള്ള ശക്തിയുടെ, അവരവർക്ക് എന്താണോ ശക്തികൾ വേണ്ടത് അത് നമ്മളിൽ നിന്ന് അനുഭവപ്പെടും. ഇതിനായി നാം ഫരിഷ്താ രൂപം പ്രാക്ടീസ് ചെയ്യണം. സ്ലോഗൻ: പ്രത്യക്ഷ തെളിവെന്നാൽ ആരുടെ ഓരോ കർമ്മമാണോ സർവർക്കും പ്രചോദനം നൽകുന്നത് അവരാണ്. ബാബയുടെ കുട്ടികളിൽ ഏറ്റവും അനന്യരായ കുട്ടികൾ എന്നാൽ ആരാണ്? ആരുടെ ഓരോ കർമ്മവും കാണുമ്പോഴും നമ്മൾക്ക് പ്രചോദനം വരുന്നത്, ഈ വഴിയിലൂടെ ഒന്നുകൂടി മുന്നോട്ടേക്ക് പോകണം എന്ന പ്രചോദനം വരുന്നത് അവരാണ്. അവരെ തന്നെയാണ് പ്രത്യക്ഷ തെളിവ് എന്ന് പറയുന്നത്. അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്താ സ്ഥിതി അനുഭവിക്കൂ. സംഗമയുഗത്തിൻ്റെ വിശേഷ ശക്തി എന്നത് സൈലൻസിൻ്റെ ശക്തിയാണ്. സൈലൻസിലിരിക്കുന്നതിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്താ സ്ഥിതി സഹജമായി തീരുന്നു. ഈ സ്ഥിതിയിൽ ഒരു കാര്യത്തിൻ്റെയും ഭാരം അനുഭവപ്പെടുന്നില്ല. ഇതിനായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ ഇടയ്ക്കിടെ നിരാകാരിയുടെയും ഫരിഷ്താ സ്വരൂപത്തിൻ്റെയും ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കൂ. ഏതുപോലെ ബ്രഹ്മബാബയെ സാകാര രൂപത്തിൽ കണ്ടു, സദാ ഡബിൾ ലൈറ്റ് ആയിരുന്നു. സൈലൻസിൻ്റെ സ്ഥിതിയിലൂടെ സെക്കൻഡിൽ കുട്ടികളെ ദൃഷ്ടിയിലൂടെ തൃപ്തരാക്കി. ഇതുപോലെ ഫോളോ ഫാദർ ചെയ്യൂ, എങ്കിൽ സഹജമായും ബാബയ്ക്ക് സമാനം ആയിത്തീരും. ഓം ശാന്തി.